ഇലക്ഷൻ അടുക്കുമ്പോൾ പൊട്ടിമുളക്കുന്ന അതിജീവിതകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ? എന്നാവാ അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. ഭർത്താവുള്ളൊരു യുവതി ഹോട്ടലിൽ റൂം എടുത്ത് ചെറിയൊരു കിസ്സിങ്, ചെറിയൊരു ഹഗ്ഗിങ്, ചെറിയൊരു കെട്ടിപ്പിടുത്തം, പിന്നെ ചെറിയൊരു മറ്റെന്തൊക്കെ, അതൊക്കെ സാധാരണ അല്ലാതെ. അപ്പൊ പുരുഷൻ ഈ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ പുരുഷൻ ഫോഴ്സ്ഡ് ആയിട്ട് ഈ രീതിയിലേക്ക് എന്ത് ചെയ്യും. അപ്പൊ ഈ കൺസെന്റ് എന്ന് പറയുന്ന പല രീതിയിലുണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആ സ്ത്രീ പറയുന്നത് അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. രതിജീവിതയായി ഇനി അതിജീവിതയിലേക്ക് കുറച്ച് ക്ഷമ വേണം, കാത്തിരിക്കണം. അപ്പം ഈ ചെറുപ്പക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഒരു MLA ആകണം, അല്ലെങ്കിൽ ഒരു മന്ത്രി ആകണം. അതിന് വരുന്ന സമയം ഒരു 2-3 വർഷം, അല്ല ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ഒരു നല്ലൊരു പച്ച പിടിക്കണം. അത്രത്തോളം ആകുമ്പോൾ ഓൺലൈൻ മീഡിയ, അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ, പിന്നെ അത് നമ്മളെ മാധ്യമങ്ങൾ ഏറ്റെടുത്തോളും. അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കോളായി, പിന്നെ അതിജീവിതയായി. അപ്പോൾ ഇങ്ങനെയാണ് അതിജീവിതം. നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തു ദോഷം. അതാണ്.